ഹലോ! അങ്ങനെ പത്തരമാറ്റ് പുതിയ പ്രൊമോയില് കിടിലൻ രംഗങ്ങൾ പ്രേക്ഷകരെ ഒരു രക്ഷയില്ല. നമ്മുടെ അവന്തികയും നാഗേന്ദ്രനും ഡേവിഡും കൂടെ നമ്മുടെ നവ്യയ്ക്കിട്ട് ഒരു കിടിലൻ പണി കൊടുക്കുന്നുണ്ട്. അപ്പൊ ശത്രുക്കളെയൊക്കെ നമ്മുടെ നവ്യ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അത് നവ്യ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഉള്ളില് മനസ്സിലാക്കി കഴിഞ്ഞു തന്റെ ശത്രുക്കൾ ആരാണെന്ന് ട്ടോ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ നയനയ്ക്ക് ഒരു കിടിലൻ പണി ഒരുക്കുകയാണ് ഈ ശത്രുക്കൾ തന്നെ. വേറൊന്നുമല്ല, നയന സഞ്ചരിക്കുന്ന കാറില് നയന അറിയാതെ കുറച്ച് കള്ളപ്പണവും കള്ളസ്വർണവും വെക്കുന്നുണ്ട്. എന്നിട്ട് പോകും വഴി പോലീസിനെ ഇൻഫോം ചെയ്യിച്ച് പോലീസിനെ കൊണ്ട് നമ്മുടെ നയനയെ പിടിപ്പിക്കുവാണ്. അപ്പൊ നയന ഇത് കണ്ടപാടെ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ ഞെട്ടി നിൽക്കുകയാണ്. നയന ഈ സ്വർണ്ണത്തെ പറ്റി അറിഞ്ഞിട്ടും കൂടിയില്ല അല്ലെ. അങ്ങനെ നയനയെ പോലീസുകാര് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. അവിടെ നന്ദു ഉണ്ടെങ്കിലും നന്ദുവിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നന്ദുവിന് മനസ്സിലായി ആരോ നയനേച്ചിയെ പെടുത്തിയതാണെന്ന്. അപ്പൊ നയനയും അത് പറയുന്നുണ്ട്, എന്നെ ആരോ പെടുത്തിയതാണെന്ന്. അങ്ങനെ നയനയെ ജയിലിൽ അടച്ചിട്ടിരിക്കുവാട്ടോ. അപ്പുറത്ത് നമ്മുടെ നവ്യ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഉള്ളിൽ കൂടെ ഒരു ചരട് വലി നടത്തുവാണ്. വേറൊന്നുമല്ല, നവീൻ വക്കീലിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന ആൾക്കാരാണ് ഇതിന് പിന്നിൽ എന്ന് നമ്മുടെ നവീൻ വക്കീലിനോട് പറയുന്നുണ്ട്. അങ്ങനെ നവീൻ വക്കീൽ കോടതിയിൽ നമ്മുടെ നയനയെ ഇറക്കാൻ വരുന്ന ഒരു കിടിലൻ രംഗങ്ങളാണ് കൂട്ടുകാരെ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചത്. പോരാത്തതിന് നമ്മുടെ നയന ജയിലിൽ കിടക്കുമ്പോൾ നവ്യ അവിടെ വന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ നയന പുറത്തിറങ്ങുമ്പോഴായിരിക്കും രക്തത്തെ തിരിച്ചറിഞ്ഞ് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന നയനയും നവ്യയും തമ്മിൽ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന നിമിഷങ്ങൾ വരാൻ പോകുന്നത് അല്ലേ. കാത്തിരുന്ന് തന്നെ കാണാം ട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.